അപ്പോൾ ടാറ്റ സഫാരി ഇത് വണ്ടി സഫാരി VX ഏറ്റവും ടോപ്പ് എൻഡ് 2007 XT സിംഗിൾ ഓണർഷിപ്പ് 1000cc വണ്ടിയാണ്. 1 ലിറ്റർ വണ്ടി. 1 ലിറ്റർ വണ്ടിയാണ്. അയ്യോ ഇത് വണ്ടി 2013-14 മോഡലാണ്. 14 വണ്ടി കൊള്ളാം. D8 ടർബോ ആണത്. ഫ്രണ്ട് ടയർ രണ്ടും പുതിയത്, ബാക്കിൽ ആവറേജ് ആണ്. ബാക്കിൽ ആവറേജ്. D8 ടർബോ വണ്ടിയാണ്. AC BMW. ഇത് BMW 118 എന്ന വേരിയന്റ്. 118D എന്ന് പറയും. 118D നമ്മൾ പ്രതീക്ഷിക്കുന്നത് 125 അതിൽ നെഗോഷ്യബിൾ ആണ്. നമുക്ക് മാക്സിമം. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വീഡിയോ ചെയ്തിട്ട് കുറേ ദിവസമായി, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമ്മൾ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആയിട്ട്, വയറിന് ചെറിയ പ്രശ്നങ്ങളായിട്ട് കുറേ ദിവസം കിടപ്പായി. പിന്നെ വൈഫിനും സുഖമില്ല. വൈഫിന് ഞാൻ തൈറോയിഡിന് ഗ്ലാൻഡ് ചെറിയത് മുഴയും കാര്യങ്ങളായിട്ട് അതും ഹോസ്പിറ്റലിൽ കൊണ്ടു നടക്കണം. അപ്പോൾ എല്ലാം കൊണ്ടും കുറച്ച് പ്രശ്നങ്ങൾ കാരണം വീഡിയോ ഡിലേ വന്നു. അപ്പോൾ എല്ലാം ക്ഷമിക്കുക, എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഓലസ് കാർസിലാണ്. ഇപ്പോൾ അത്യാവശ്യം ഓണം പ്രമാണിച്ച് കുറേ വണ്ടികൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. പിന്നെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം അമരവിള താന്നിമൂടാണ്. തിരുവനന്തപുരം നമ്മൾ പാലക്കാട് പോകുന്ന വഴിക്ക് അമരവിള താന്നിമൂട്. അപ്പോൾ അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അതേപോലെ സ്ക്രീനിൽ കാണിക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ചാനൽ വീഡിയോക്ക് ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നമ്മുടെ റോജുമ്പുറ ഉണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നല്ലേ? ഓണം പ്രമാണിച്ച് എന്തൊക്കെയാണ് ഓഫറെല്ലാം ഉണ്ട്? പ്രത്യേകിച്ച് നമ്മൾ ഓഫറിൽ ചുമ്മാ അല്ലാതെ കൊടുക്കുന്നതിനേക്കാൾ വണ്ടിയിൽ വില കുറച്ചുള്ള ഏറ്റവും നല്ലത്. മാക്സിമം വില കുറച്ച് കൊടുക്കാം. മാക്സിമം വില കുറച്ച് കൊടുക്കാം. ഓക്കെ. അല്ല ആർക്കും ഓഫർ വേണ്ട, ആർക്കും ഒരു പ്രയോജനമില്ല. ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പറയാനില്ല. ആരെങ്കിലും ഇതല്ല ഏറ്റവും നല്ലത്. ഓണം പ്രമാണിച്ച് വണ്ടി വില കുറച്ച് കൊടുക്കാം. നമുക്ക് അത്യാവശ്യം ബഡ്ജറ്റ് കാരണം അതുപോലെ പ്രീമിയം സെഗ്മെന്റ് വണ്ടികളുണ്ടല്ലോ. പ്രീമിയം സെഗ്മെന്റ് വണ്ടികളുണ്ട്. വീണ്ടും ഓൾട്ടോ. ഇത് വണ്ടി 2000 മോഡലാണ്. 2000 മോഡൽ 2001 രജിസ്ട്രേഷനാണ്. 2026 വരെ പേപ്പറുണ്ട്. 26 വരെ പേപ്പറുണ്ട്. വണ്ടി വേറെ പോലത്തെ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഓണർഷിപ്പ് സിംഗിൾ ആണ്. സിംഗിൾ ഓണർ വണ്ടി. LX ആണ്. AC മാത്രമുള്ള വണ്ടി. AC വർക്കിംഗ് ആണ്. ടയർ 4 പുതിയ ഓൾമോസ്റ്റ് കുഴപ്പമില്ല. പുതിയല്ല, എന്നാലും കുഴപ്പമില്ല. ഒരു 70% ഉണ്ട്. ഓടൻ ടയറുണ്ട്. ടയറൊന്നും മാറേണ്ട ആവശ്യമില്ല. സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒറിജിനൽ വണ്ടി പണ്ട് ഇറങ്ങുമ്പോൾ സീറ്റ് ആണ്. ഓർമ്മ ഉണ്ടോ? പണ്ടത്തെ സീറ്റ് വർക്ക്. പണ്ടത്തെ സീറ്റ് വരണം. ഈ സാധനം നമ്മൾ മാറി കണ്ടു ഓൾട്ടോയ്ക്ക് വരുന്ന സാധനമാണ്. ഈ കാണുന്ന വൃത്തിയൊക്കെ ഉണ്ട്. AC വർക്കിംഗ് ആണല്ലോ. AC വർക്കിംഗ് ആണ്. പഴയ ഓൾട്ടോ, ആദ്യകാലത്ത് ഇറങ്ങിയ ഓൾട്ടോ അല്ലേ? ആദ്യത്തെ ഇറങ്ങിയ ഓൾട്ടോ സിംഗിൾ ഓണർ. എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട്? പക്ക, കുഴപ്പമൊന്നുമില്ല. 90,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൈസ് വരുന്നത്? സ്പെയർ കീ ഉൾപ്പെടെ കാര്യങ്ങളെല്ലാം ഉണ്ട്. സ്പെയർ കീ എല്ലാം ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. വില എങ്ങനെ വരും? വില നമുക്ക് ഫയൽ 65,000 കൊടുക്കാം. 65,000 ലാസ്റ്റ് കൊടുക്കാം. ഓക്കെ. നെഗോഷ്യബിൾ ആണോ? അല്ലല്ലോ, മാക്സിമം ആണ്. സിംഗിൾ ഓണർ വണ്ടി അറിയാം. അത് ഓൾട്ടോ സത്യം പറഞ്ഞാൽ മാറി കൊണ്ടുള്ള പൈസ ആവണല്ലോ. ശരി, അടുത്ത വണ്ടി നോക്കാം. അപ്പം അടുത്ത വണ്ടി ഓൾട്ടോ കേട്ടൻ. ഇത് വണ്ടി 2017-18 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ്. 68,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. കമ്പനി സർവീസ്. ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് VX കമ്പനി സർവീസ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെയൊന്നുമില്ല. വണ്ടി കൊള്ളാം, ക്വാളിറ്റി ഉണ്ട്. ടയർ കണ്ടീഷൻ കൊണ്ടാണ്, കുഴപ്പമില്ല. ഒരു ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെയൊന്നുമില്ല. സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ഇങ്ങനെ ഒരു ലൂസായി കിടക്കുന്നത്. ടൈറ്റ് അല്ല. അപ്പോൾ ഓൾട്ടോ കേട്ടൻ ഓട്ടോമാറ്റിക് ആണ്. ഇതിനകത്ത് ഇൻബിൽറ്റ് സീറ്റ് വരുന്നുണ്ട്. പിന്നെ 2 ഡോർ പവറിന്റെ AC പവർ സ്റ്റിയറിംഗ്, സിംഗിൾ എയർ ബാഗ്. അതെ. കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 68,000 കിലോമീറ്റർ. ഓണർഷിപ്പ് സെക്കൻഡ് ആയി. സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. കമ്പനി സർവീസ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എത്രയ്ക്ക് കൊടുക്കാം? സത്യം പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് നോർമലി മാർക്കറ്റിൽ ഈ വണ്ടി 4 ലക്ഷം രൂപ ലഭിക്കണം. നമുക്ക് നമ്മൾ ഓൺ ഓഫർ പറയാൻ പറ്റില്ല. മാക്സിമം നമുക്കൊരു കാര്യം 3,60,000 രൂപ കൊടുക്കാം. 3,60,000 രൂപ കൊടുക്കാം. ഓക്കെ. ഓൾട്ടോ കേട്ടൻ ഓട്ടോമാറ്റിക് ആണ് അല്ലേ? ഓട്ടോമാറ്റിക് വണ്ടിയാണ്. 2018 രജിസ്ട്രേഷൻ വണ്ടി. ഒരു 15-16 മൈലേജ് വരത്തില്ലേ? ശരി, അടുത്തുണ്ടോ? അപ്പോൾ അടുത്ത വണ്ടി ഓൾട്ടോ 800 VXi. വണ്ടി 2023 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് VXi വണ്ടി. വെറും 13,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടി ക്വാളിറ്റി വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. ബോഡിയൊക്കെ നീറ്റാണ്. സ്ക്രാച്ചസ് ഒന്നും ഇല്ല. KL19 പാർസലൈസേഷൻ. ടയർ കണ്ടീഷൻ ഗുഡ് ആണല്ലേ? നല്ല കണ്ടീഷനാണ്. ഒരു 80% ടയർ ഉണ്ട്. പിന്നെ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല. നല്ല കളർ അല്ലേ? കൊള്ളാം. നല്ല കളർ. രാജകല ഇന്ത്യയുടെ സീറ്റ് ഫാബ്രിക് കിടക്കുന്നില്ല. ഫാബ്രിക് നീറ്റ് ഫ്ലോർ മാറ്റൊക്കെ ഉണ്ട്. റൂഫൊക്കെ നീറ്റാണ്. വണ്ടി നീറ്റാണല്ലേ? നീറ്റാണ്. ഒരു വർഷത്തെ പഴക്കലായിട്ടുള്ള വണ്ടി. ഇതിനകത്ത് ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്. 2 ഡോർ പവർ ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ്. 2 എയർ ബാഗ്. സെൻട്രൽ ലോക്ക് എല്ലാം വരുന്നുണ്ട്. സെൻട്രൽ ലോക്ക് ഇൻബിൽറ്റ് വരുന്നുണ്ട്. അത് നമ്മൾ ഇതിലെ ഫുൾ ഓപ്ഷൻ വണ്ടി. അതെ, ഇൻബിൽറ്റ് വരുന്നുണ്ടല്ലോ. ഇൻബിൽറ്റ് സെൻട്രൽ ലോക്ക് വരുന്നത്. അപ്പോൾ എങ്ങനെ പ്രൈസ്?
ഇത് നമുക്കറിയില്ല സത്യം ഒരു വർഷം പഴക്കമുള്ളൂ. ഓരോരുത്തർ ചോദിക്കുന്നത് 4 ലക്ഷം മുകളിലാണ് ഈ വണ്ടിയും ചോദിക്കുന്നത്. നമുക്ക് ഈ വണ്ടി നമുക്കൊരു 3,85,000 കൊടുക്കാം. ഒരു വർഷം മാത്രം പഴക്കമുള്ള വണ്ടി 3,85,000. 2028 വാറണ്ടി ഉണ്ട് വണ്ടി. 2028 എക്സിന് വില 2028 വാറണ്ടി ഉള്ള വണ്ടിയാണ്. 2028 വരെ വാറണ്ടി ഉണ്ട്. ഒരു വർഷം പഴക്കമുള്ളൂ. 3,85,000 കൊടുക്കാം. ഓക്കെ. അപ്പോൾ ലോൺ എങ്ങനെ വരും? ലോൺ ഓൾമോസ്റ്റ് കയറും. ട്രാക്കുള്ള ഓൾമോസ്റ്റ് എമൗണ്ട് കയറും. ശരിയായിട്ട്. അപ്പോൾ ടാറ്റ സഫാരി, ഇത് വണ്ടി സഫാരി VX ഏറ്റവും ടോപ്പ് എൻഡ് 2008 മോഡൽ KL01 വണ്ടിയാണ്. ട്രിവാൻഡ്രം സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 4 പുത്തൻ ടയർ, അത് ഓൾ ടെറൈൻ ടയറാണ്. ഓക്കെ. ലോക്കൽ ടയർ ഓൾ ടയർ. ടയറിന് 10-12 രൂപ വില വരുന്നുണ്ട് ഒരു ടയറിന്. 15,000 വില വരുന്നുണ്ട്. 5 ടയറും പുത്തൻ ടയർ. പുത്തൻ ബാറ്ററി വെച്ച് 2 മാസമായിട്ടുള്ളൂ. ക്യാമറ ഉണ്ട്. 2.2 VT അതെ, ഡൈക്കോർ എഞ്ചിൻ. അറൗണ്ട് 15 രൂപ മൈലേജ് വരുന്നുണ്ട്. വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ടയറൊക്കെ ഇപ്പോൾ മാറിയതേ ഉള്ളൂ അല്ലേ? 4 പുത്തൻ ടയർ. ഞാൻ അത് ഓൾ ടെറൈൻ ടയർ. ഓടിയിട്ട് പോലും ഇല്ല. ഓക്കെ. വണ്ടി വെൽ മെയിൻറ്റൈൻഡ് ആണല്ലേ? സൺലൈസ് വരുന്നുണ്ട്, സ്ക്രീൻ വരുന്നുണ്ട്. ഓക്കെ. റിവേഴ്സ് നമ്മുടെ സീറ്റിന്റെ ബാക്ക് സ്ക്രീൻ ഒറിജിനൽ സ്റ്റോക്ക് കണ്ടീഷൻ. അതെ, സെൻട്രൈസ് വരുന്നത്, റിയലൈസും വരുന്നത്, രണ്ടും വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. അതെ. ഓക്കെ. ഓട്ടിക്കാനും അടിപൊളിയാണ് ഈ വണ്ടി. ഓക്കെ. ഇത് വേറെ എന്താണ് വരുന്നത്? ഇത് ഏറ്റവും ടോപ്പ് VX. VX ആണല്ലേ? VX ആണ് ഏറ്റവും ടോപ്പ് എൻഡ്. ഡ്യുവൽ AC പവർ, ഫ്രണ്ട് ടു പവറിന്റെ ഡ്യുവൽ എയർ ബാഗ്, റിവേഴ്സ് സെൻസർ, റിവേഴ്സ് ക്യാമറ. 2 ക്യാമറ വെച്ചിട്ടുണ്ട്. മിററിൽ ഒരു ക്യാമറ വരുന്നുണ്ട്. പിന്നെ ഇത് പാതകളായി കിടക്കും. അത് വർക്കിംഗ് ആണ്. അപ്പോൾ ടാറ്റ സഫാരി സിംഗിൾ ഓൺ വണ്ടി, KL01 ട്രിവാൻഡ്രം വണ്ടി, രജിസ്ട്രേഷൻ വണ്ടിയാണ്. അപ്പം എങ്ങനെ പ്രൈസ് കാര്യങ്ങളൊക്കെ വരുന്നത്? നമുക്ക് ഫാനിൽ 2.5 ലക്ഷം രൂപ കൊടുക്കാൻ വേണ്ടി. 2.5 ലക്ഷം രൂപ. 2.5 ലക്ഷം രൂപ. ലോണൊന്നും കയറില്ല? ലോൺ കയറില്ല. 2008 അല്ലേ? അപ്പോൾ അടുത്ത വണ്ടി സ്വിഫ്റ്റ്. ഇത് വണ്ടി 2006 മോഡലാണ്. VX വേരിയൻ്റ് ആണ് വരുന്നത്. VX വേരിയൻ്റ് ആണ്. ഓക്കെ. പിന്നെ 1,24,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. ഓക്കെ. സർവീസ് കമ്പനി പുറത്താവാനാണ് സാധ്യത. ചെക്ക് ചെയ്തിട്ടില്ല. എയർ കണ്ടീഷൻ കുഴപ്പമില്ല. എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയാണ് നിലവിൽ? കുഴപ്പമില്ല. ഓക്കെ. ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേ ഉള്ളൂ. റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല. ഇത് ബ്ലാക്ക് ഒറിജിനൽ പെയിന്റ് ആണ്? അല്ല, മീൻസ് ഉദ്ദേശിച്ചത് ഇത് രണ്ടാമത് ബ്ലാക്ക് ആക്കിയതാണോ? കമ്പനി ബ്ലാക്ക് RC ബുക്കുള്ളതാണ്. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഫോർഡർ പവറിൻ്റെ വരുന്നുണ്ടല്ലേ? VX ആണല്ലേ? AC ബസ്സും ഫോർഡർ പവറിൻ്റെ എല്ലാം വരുന്നത്. വണ്ടിയിലത്തെ സ്റ്റീരിയോ ഇരിപ്പുണ്ട്. പിന്നെ AC വരുന്നുണ്ട്. ഫോർഡർ പവറിൻ്റെ AC പവർ സ്റ്റിയറിംഗ്. വേറെ പ്രത്യേകിച്ച് ഒന്നും വരുന്നില്ലല്ലോ? ഇല്ല. 2006 വണ്ടിയില്ല. അപ്പോൾ ഈ 2006 പെട്രോൾ VX ഒക്കെ എങ്ങനെ, പെട്രോൾ വണ്ടിക്ക് എങ്ങനെ മൈലേജ് വരുന്നത്? 15 ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി. 1.2 ലിറ്ററിനല്ലോ? 1.2 ലിറ്ററോ? ഓക്കെ. പഴയ അറിയില്ല, മൈലേജ് കുറച്ച് കുറവാണ്. പക്ഷെ വണ്ടി കൊള്ളാം. കുറച്ചുകൂടി പെർഫോമൻസ് കിട്ടുക. അപ്പോൾ ഇതെങ്ങനെ വില? നമ്മൾ പ്രതീക്ഷിക്കുന്നത് 1.25 ആണ്. അതിൽ നെഗോഷ്യബിൾ ആണ്. നമുക്ക് മാക്സിമം നെഗോഷ്യബിൾ ആണ്. അപ്പോൾ അടുത്ത വണ്ടി BMW. ഇത് BMW 118 എന്ന വേരിയൻ്റ്. 118D എന്ന് പറയും. 118D. അതൊരു കൂപ്പേ വേരിയൻ്റ് ആണ്. ഓക്കെ. അപ്പോൾ മോഡൽ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? മോഡൽ വരുന്നത് 2014 1 മാസമാണ്. 2014 1 മാസം. വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 1,20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ഓൾമോസ്റ്റ് കമ്പനി സർവീസ് ചെയ്യണം. കുറച്ച് കാര്യങ്ങൾ പുറത്ത് ചെയ്തിട്ടുണ്ട്. മിക്സ് ആണ്. കൂടുതലും കമ്പനി തന്നെയാണ്. കുറച്ച് പോർഷൻ മാത്രം പുറത്ത് ചെയ്തിട്ടുണ്ട്. ചെറിയ സർവീസ്. 118D കൂപ്പേ ടൈപ്പ് ആണ്. ഒറിജിനൽ കേരള വണ്ടിയാണ്. റീ ഒന്നുമല്ല. ഒറിജിനൽ കേരള വണ്ടിയാണ്. ഓണർഷിപ്പ് എത്രയായിരുന്നു ബ്രോ? സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ 1,20,000. വണ്ടി നല്ല ഹൈ ക്വാളിറ്റിയാണ്. പെർഫോമൻസ് ബാക്ക് ഡ്രൈവ് വണ്ടിയാണ്. പെർഫോമൻസ് പൊളിയാണ്. ഒന്നും പറയാം. ഒരു ലാഗോ കാര്യങ്ങളോ നല്ല ഓട്ടോമാറ്റിക് ആണ്. ഇത് വേരിയന്റ് ടോപ്പ് ആണോ? ടോപ്പ് എൻഡ് വേരിയന്റ്. സൺറൂഫ് എല്ലാം വരുന്നത്. എല്ലാം വരുന്ന വേരിയന്റ്. സൺറൂഫ് വരുന്നുണ്ട്. എല്ലാം വെൽ മെയിൻറ്റൈൻഡ്. ഒരു കംപ്ലൈൻസോ കാര്യങ്ങളോ ഒന്നും റിപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും ആക്സിഡൻറ്റോ ഒന്നുമില്ല. ഇലക്ട്രിക് അഡ്ജസ്റ്റ് സീറ്റ്. അതെ. എല്ലാം വരുന്നുണ്ട്. ക്രൂസ് കൺട്രോൾ വരുന്നുണ്ടല്ലോ? ക്രൂസ് കൺട്രോൾ എല്ലാം വരുന്നത്. ഓക്കെ. അപ്പം BMW 118D. അതെ. കൂപ്പയാണ്. റെഡ് കളർ. 2014 1 മാസം. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൈസ് പ്രതീക്ഷിക്കുന്നത്? പ്രൈസ് നമുക്ക് ഫൈനലിൽ നമുക്കൊരു 10 ലക്ഷം രൂപ കൊടുക്കാം. സത്യം പറഞ്ഞാൽ വണ്ടി നമ്മൾ റീവണ്ടി പ്രൈസിന് വണ്ടി കൊടുക്കുന്നത്. റീവണ്ടി പ്രൈസ് ഒറിജിനൽ കേരള വണ്ടി. സത്യം ഒറിജിനൽ കേരള വണ്ടിക്ക് ഓരോ ചോദിക്കുന്നത് 11-12 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ഇത് നമ്മൾ 10 ലക്ഷം ഉണ്ടെങ്കിൽ 9-9.5 ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഈ നമ്മുടെ ലക്ഷറി സെഗ്മെന്റ് വണ്ടി ലോൺ ചെയ്യണമെങ്കിൽ മറ്റേ ഇൻകം ടാക്സ് റിട്ടേൺ ഉള്ളവർക്ക് അങ്ങനെ ഉണ്ടോ? ഇല്ലല്ലോ. ഏതാണ് ഈ ലക്ഷറി വണ്ടികൾ? അതായത് പ്രീമിയം വണ്ടികളാണല്ലോ ഇത്. അതെ. അപ്പോൾ അവർക്ക് ലോൺ ചെയ്യണമെങ്കിൽ ഈ ഇൻകം ടാക്സ് റിട്ടേൺ ഉള്ളവർക്ക് മാത്രമേ അങ്ങനെ ലോൺ കിട്ടുള്ളൂ? ITR മാക്സിമം ഫണ്ടിങ് വരുന്നത് പ്രീമിയം സെഗ്മെന്റിൽ. അപ്പം അത് മെയിൻ്റെനൻസ് എല്ലാം നോക്കി ട്രാൻസാക്ഷൻ നോക്കിയില്ല അവർ കൊടുക്കുള്ളൂ. അങ്ങനെ ചെറിയ ഇതുണ്ട്.
IT ആൾക്കാർക്ക് മാക്സിമം പ്രയോറിറ്റി കിട്ടും. മറ്റ് ഫണ്ടിങ് കിട്ടും, പക്ഷേ നമ്മൾ പ്രതീക്ഷ ഫണ്ട് ചിലപ്പോൾ അത്രയും വരുന്നൊന്നും വരില്ല. പക്ഷെ അവർക്ക് ലോൺ കിട്ടും, ഫണ്ടിങ് കുറയും. ശരി. ഇയോ ഇത് വണ്ടി 2013-14 മോഡലാണ്. 14 രജിസ്ട്രേഷൻ, സെക്കൻഡ് ഓണർഷിപ്പ്, ഡിലീറ്റ് പ്ലസ് ആണ് വേരിയന്റ്. 68 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. റീപ്ലേസ്മെന്റ് കാര്യമില്ല, വണ്ടി ഓട്ടിക്കുന്നൊക്കെ നല്ല കണ്ടീഷനാണ്. ടയറെല്ലാം ഗുഡാണ്, കുഴപ്പമില്ല. ബോഡിയൊക്കെ നീറ്റാണ്. ഇത് ഓണർഷിപ്പ് നമ്മുടെ കിലോമീറ്റർ പറഞ്ഞാൽ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് 68 കിലോമീറ്റർ. കമ്പനി സർവീസ് തന്നെയാണോ? കമ്പനി സർവീസ്. റിവേഴ്സ് സെൻസർ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. സെൻസർ ചെയ്തിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. സീറ്റ് ഫാബ്രിക് ആണ് ഇറങ്ങുന്നത്. സീറ്റ് ഫാബ്രിക്. ഒരു പയ്യന് സ്റ്റീരിയോ ഇരിപ്പുണ്ട്, AC വരുന്നുണ്ട്, പവർ വിൻഡോ വരുന്നില്ല അല്ലേ? പവർ വിൻഡോ, AC പവർ സ്റ്റിയർ, പിന്നെ എക്സ്ട്രാ സ്റ്റീരിയോ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇയോണാവുമ്പോൾ മൈലേജ് 18 മേൽ കിടത്തില്ലേ? പിന്നെ 800 cc അല്ലേ? വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, ആക്സസറി ഒന്നുമില്ല. കണ്ടീഷൻ വേണ്ടി എത്രയ്ക്ക് കൊടുക്കാം? നമുക്ക് 2 ലക്ഷം രൂപ കൊടുക്കാം. 2 ലക്ഷം രൂപ. 2 ലക്ഷം. ആസ്കിംഗ് ആണോ? നെഗോഷ്യബിൾ ആണോ? ആസ്കിംഗ് ആണ്, ചെറിയ ലോൺ എങ്ങനെ വരും? ലോൺ നമുക്കൊരു അറൗണ്ട് ഒരു 1.70 1.80 അടുപ്പിച്ചൊക്കെ മാക്സിമം നോക്കാം. ചെയ്യാൻ പറ്റും. ശരി, അടുത്ത് നോക്കാം. അപ്പോൾ അടുത്ത വേണ്ടേ ഇയോണാണ്. ഇത് വണ്ടി 2013 മോഡലാണ്. 13 വണ്ടിയാണ്. ഇവർ 40 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഓണർഷിപ്പ് കിലോമീറ്റർ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ 40,000 കിലോമീറ്റർ. എയർ കണ്ടീഷൻ ഗുഡാണ്. വണ്ടി കൊള്ളാം. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. എറാ പ്ലസ് അല്ലേ? എറാ പ്ലസ്. AC ബസ്സിൽ ഫ്രണ്ട് ട്യൂബ് പവറുണ്ട്. വണ്ടി കൊള്ളാം. സ്ക്രാച്ചസ് ഒന്നുമില്ല. മൈന്യൂട്ട് സ്ക്രാച്ചസ് അങ്ങനെ പറയാനായിട്ട് മേജർ സ്ക്രാച്ചസ് ഒന്നുമില്ല. അങ്ങനെ സ്ക്രാച്ച് പറയാൻ പറ്റില്ല, ചെറിയ സ്ക്രാച്ചസ്. അതേ ഉള്ളൂ. വണ്ടി ഫാബ്രിക്കാണ് സീറ്റ് കിടക്കുന്നത്. സോണിയുടെ സ്റ്റീരിയോ ഇരിപ്പുണ്ട്, 2 ഡോർ പവറിൻ്റെ AC പവർ. അപ്പം ഇയോണാകുമ്പം എബോവ് 18 മൈലേജ് കിട്ടണം. നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ജനുവൻ കിലോമീറ്റർ അല്ലേ? കിലോമീറ്റർ ജനുവൻ അല്ലേ? പിന്നെ അപ്പോൾ എങ്ങനെ പ്രൈസ് വരുന്നത്? 2 രൂപ കൊടുക്കാം. 2 രൂപ കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഫിനാൻസ് എങ്ങനെ വരും? ഫിനാൻസ് നമുക്ക് 1.45 രൂപ വെച്ചൊക്കെ ചെയ്യാം. അപ്പോൾ അടുത്ത വണ്ടി ഓൾട്ടോ. ഇത് വണ്ടി 2010-11 രജിസ്ട്രേഷൻ ആണ്. വണ്ടി 10 വണ്ടി 11 രജിസ്ട്രേഷൻ. സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണർ വണ്ടി 1,30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ഓക്കെ. സർവീസ് പുറത്താണോ കമ്പനിയാണോ? പുറത്ത് രണ്ടുമായിട്ട് മിക്സ്ഡ് ആണ്. ടയർ 4 പുതിയ ഇട്ടിട്ടുണ്ടല്ലേ? ടയർ 4 പുതിയതാണ്. LXi ആണ്. വണ്ടി AC പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടി. 19 പാറശാല വണ്ടി. അതെ. വൈറ്റ് സീറ്റ് കവർ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്. ഫ്ലോർ മാറ്റ് കിടപ്പുണ്ട്. റൂഫൊക്കെ നീറ്റാണ്. ഫ്രണ്ടിലും നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട്. ഒരു കെൻവുഡിൻ്റെ സ്റ്റീരിയോ ഉണ്ട്. പിന്നെ AC പവർ സ്റ്റിയറിംഗ് മാത്രമല്ല? AC പവർ സ്റ്റിയറിംഗ്. AC വർക്കിംഗ് ആണല്ലോ? AC വർക്കിംഗ്. ഓക്കെ. 2011 വണ്ടി. അല്ലേ 11 വണ്ടി? 10 വണ്ടി 11 രജിസ്ട്രേഷൻ. അപ്പോൾ എങ്ങനെ പ്രൈസ്? നമുക്കൊരു ഫാനിൽ ഒരു 1.25 കൊടുക്കാം. 1.25 ലോൺ കയറുമല്ലോ? അപ്പോൾ ലോൺ കയറും. എത്ര രൂപ കയറും? ലോൺ നമുക്കൊരു 80 മുതൽ 1 ലക്ഷം വരെയൊക്കെ നോക്കാം. ശരി, അടുത്ത വേണം. അപ്പോൾ അടുത്ത വണ്ടി ഈക്കോ. ഇത് വണ്ടി 2017 മോഡൽ, സെക്കൻഡ് ഓണർഷിപ്പ്, 65,000 കിലോമീറ്റർ ആണ് വണ്ടി വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് 65,000 കിലോമീറ്റർ. പാറശാല വണ്ടി അല്ലേ? പാറശാല രജിസ്ട്രേഷൻ വണ്ടി. റീപ്ലേസ്മെന്റ് AC ആണ്. AC വർക്കിംഗ് ആണ്. കമ്പനി സർവീസ് ആണോ പുറത്താണോ പറയുന്നത്? രണ്ടും കൂടെ ആണെന്നാണ് തോന്നുന്നത്. നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമ്മൾ കറക്റ്റ് പറയാൻ പറ്റില്ല. അതുകൊണ്ട് പറഞ്ഞത് ബോഡിയൊക്കെ നീറ്റ് ആവുമ്പോൾ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും. ടയർ പക്ഷേ ആവറേജ് കണ്ടീഷൻ. ആവറേജ് അല്ല, ടയർ മാറണം. അത്ര തന്നെ. ടയർ കണ്ടീഷൻ വളരെ മോശമാണല്ലേ? ടയർ ഏറെക്കുറെ എന്ന് വെച്ചാൽ ഒരു 5,000 കിലോമീറ്റർ ഒക്കെ തന്നെ ഓടേ ഉള്ളൂ മാക്സിമം. അകത്ത് ഇന്ത്യയിലൊക്കെ നീറ്റാണ്. AC ഉള്ള വണ്ടിയാണ്. AC വർക്കിംഗ് ആണ്. ഓക്കെ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും. അപ്പോൾ എങ്ങനെ പ്രൈസ് വരുന്നത്? പ്രൈസ് വരെ നമുക്ക് ഫൈനൽ ഒരു 3.15 കൊടുക്കാം. ലാസ്റ്റ് 3.15 കൊടുക്കാം മാക്സിമം. അപ്പോൾ ലോൺ എങ്ങനെ വരും? ലോൺ മാക്സിമം ചെയ്യാൻ പറ്റും. ശരി, അടുത്തോണ്ട് നോക്കാം. അപ്പോൾ അടുത്ത വണ്ടി ബൊലേറോ. ഇത് വണ്ടി 2010 മോഡലാണ്. തേർഡ് ഓണർഷിപ്പ്, 1,10,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. പ്രൊഫൈൽ കൂടിയിട്ടുണ്ട് ടയറിൻ്റെ? പ്രൊഫൈൽ അല്ല, അത് ഒറിജിനൽ നമ്മുടെ സ്റ്റോക്ക് കമ്പനി അലോയ്സ് ആണത്. അലോയ്സിന്റെ ടയർ ഇട്ടിങ്ങനെ വിട്ട് കൂടുതൽ ആ ഒരു ഇതാണ്. പക്ഷേ ബാക്ക് ഒരു വിട്ട് കുറച്ചിട്ടുണ്ട്. ഓക്കെ, ശരി. ബാക്കി ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത് വണ്ടിയുടെ? വണ്ടി 2010 വണ്ടി, തേർഡ് ഓണർഷിപ്പ് ആണ്. 1,10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. വണ്ടി കൊള്ളാൻ DI ടർബോ ആണത്. ഫ്രണ്ട് ടയർ രണ്ടും പുതിയത്, ബാക്കിൽ ആവറേജ് ആണ്. ബാക്കിൽ ആവറേജ്. DI ടർബോ വണ്ടിയാണ്. AC ഉണ്ട്, പവർ ഉണ്ട്, 4 ഡോർ പവറിന്റെ വരുന്നുണ്ട്. അപ്പോഴത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ആ സമയത്ത് ഫുൾ ഓപ്ഷൻ വണ്ടി. ഓക്കെ. 2010 ഫുൾ ഓപ്ഷൻ വണ്ടി. എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട്? പക്ക വണ്ടി കൊള്ളാം. അത് മഹേന്ദ്ര പ്രത്യേക പറയേണ്ട ആവശ്യമില്ല. നമ്മൾ മഹേന്ദ്ര DI ടർബോ നല്ല അറിയില്ല, ഡിമാൻഡുള്ള വണ്ടിയാണ്. ഇതുമാണ് എല്ലാം. DI ടർബോ എഞ്ചിൻ പണി വെച്ചാൽ നല്ല കണ്ടീഷൻ ആയിരുന്നുള്ളൂ. പിന്നെ പണി എങ്ങനെ വരാറില്ല. DI എഞ്ചിൻ സൈഡ് പക്കയാണ്.
ഒന്നും പറയാം എത്ര എവിടെ വേണമെങ്കിൽ കയറി പോകുന്ന സാധനം. അപ്പം ബൊലേറോ 2010 വണ്ടി, 10 വർഷം വണ്ടി, DI ടർബോ. എങ്ങനെ പ്രൈസ് വരുന്നത്? നമുക്ക് 2.75 കൊടുക്കാം. 2.75 ലോൺ കയറുമല്ലോ? 10 മാസം നോക്കണേ ഏതാണെന്നുള്ളത് സംശയമാണ്. മാസം അല്ലേ നമ്മൾ സെപ്റ്റംബർ ശേഷമാണെങ്കിൽ മാത്രമേ, അതും 10 1 വർഷം മാക്സിമം കൊടുക്കാം. സെപ്റ്റംബർ ശേഷമാണെങ്കിൽ മാത്രം. അപ്പോൾ റോജൻ ബ്രോ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മളിത് കൂടാതെ കുറേ വണ്ടി കിടപ്പുണ്ടല്ലോ ഇഷ്ടം പോലെ? വണ്ടി അകത്ത് വേറെ കിടപ്പുണ്ട്. നമ്മൾ എല്ലാ വണ്ടി കാണിച്ചിട്ടില്ല. അല്ല, അത് സമയത്തിന്റെ പരിധി. മുമ്പ് കാണിച്ച കുറച്ച് വണ്ടികളുണ്ടോ? മുന്നേ കാണിച്ച കുറച്ച് വണ്ടികളുടെ സ്റ്റോക്ക് കിടപ്പുണ്ട്. നമ്മളിപ്പോൾ പുതിയ സ്റ്റോക്ക് വന്ന വണ്ടികളെ കാണിച്ചു. അതെ. ഓക്കെ. അല്ല, ഇഷ്ടം പോലെ വണ്ടിയുടെ കളക്ഷൻ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്വിഫ്റ്റ്, വേറെ സ്വിഫ്റ്റ് കിടപ്പുണ്ട്. സ്വിഫ്റ്റിൻ്റെ കുറേ കളക്ഷൻ കിടപ്പുണ്ടല്ലേ? സ്വിഫ്റ്റിന് 3-4 വണ്ടിയുള്ള സ്വിഫ്റ്റിന് കിടപ്പുണ്ട്. ഓക്കെ. അപ്പോൾ ശരി റോജൻ ബ്രോ, അടുത്ത പജീറോ പ്രീമിയം വണ്ടികൾ ഒരു കിടപ്പുണ്ട്. മാഗ്നറ്റ് കിടപ്പുണ്ട്, BM കിടപ്പുുണ്ട്, നമ്മുടെ ക്രിസ്റ്റ കിടപ്പുണ്ട്. പജീറോ നമ്മൾ കാണിക്കാത്ത തമിഴ്നാട് രജിസ്ട്രേഷൻ ആണ് കാണിക്കാത്തത്. TN രജിസ്ട്രേഷൻ ആണ്, അതുകൊണ്ടാണ് കാണിക്കാത്തത്. ഓക്കെ, ശരി. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.